അങ്ങനെ വീണ്ടും അടുത്ത ഡീല് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു 24 മണിക്കൂറിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇറാനിയൻ മീഡിയ പുറത്തു വിട്ടതുണ്ട്. അത് ഏത് രീതിയിലാണ് ഈ ഒരു ഡീല് അവസാനത്തോട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് വന്നത് എന്നും പറഞ്ഞിട്ട് ഭയങ്കര രസമാണത് കേൾക്കാൻ. അതായത് ഓൾറെഡി ഇന്നലെ ലെബനോനിലോട്ട് അടിച്ച് തിരിച്ചടി വാങ്ങാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കും ഇറാൻ എന്നും പറഞ്ഞിട്ട് ഇറാൻ്റെ എല്ലാവരും പോസ്റ്റ് ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള ഒരു 24 hours ഏകദേശം 24 hours ഒരു ചേഞ്ചസുകൾ, അതായത് ഡീലിൻ്റെ അവസാനത്തോട്ട് ഈവൻ അമേരിക്ക പോലും 2-3 കാര്യങ്ങൾ വീണ്ടും ഇസ്രായേലിന് വേണ്ടെങ്കിൽ ഇസ്രായേലിലോട്ട് ഇനി അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡീലുകളിലെ മാറ്റങ്ങൾ വരുത്തിയതിനെ പറ്റിയാണ് പറയാനുള്ളത്. ജസ്റ്റ് രസമാണ്, കേട്ടു നോക്ക്. അതായത് ഇറാനും US തമ്മിലുള്ള ധാരണാപത്രത്തിൻ്റെ അവസാന നിമിഷത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് ഇഫാർ ന്യൂസിൽ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അത് 24 hours ഈ ന്യൂസ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഈ ചേഞ്ചസ് മൊത്തം വന്നിട്ടുള്ളത്. അതായത് മിഡിൽ ഈസ്റ്റിലെ ഒരു വൻ പ്രാദേശിക യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുകയായിരുന്നു ഇന്നലെ എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേൽ ലെബനനിലോട്ട് അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് അത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി തന്നെ അതും വന്നിരുന്നത്. അമേരിക്ക ഓക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പം കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റിലോട്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് പോകേണ്ട ഒരു സമയത്ത് മാറിയ മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ നേരിട്ട് അമേരിക്കയുടെ ഇടപെടലാണെന്നാണ് പറയുന്നത്. അതായത് വൻ യുദ്ധത്തിലോട്ട് പോകുന്നൊരു സമയത്ത് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലും പല വിട്ടുവീഴ്ചകളും, അതായത് വീണ്ടും ഈ പറഞ്ഞ സൈൻഡ് ആവാത്ത ഈ ഒരു ഡീലിൽ പല ചേഞ്ചസുകളും വരുത്തിയാണ് ആ ഒരു യുദ്ധം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തത് എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അതായത് ഈ നിർണായക മണിക്കൂറിൽ നടന്നിട്ടുള്ള ചേഞ്ചസ് ശനിയാഴ്ച പ്രാഥമിക ധാരണ, അതായത് ശനിയാഴ്ച ഇന്നിപ്പോൾ തിങ്കളായി, ഇന്നലെല്ലാം മെനഞ്ഞാന്ന് 14 ഇന ധാരണാപത്രം MOU ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 14 ഇന എന്താ പറയുക പോയിന്റുകൾ വെച്ചിട്ടുള്ള ഒരു ഡീലാണ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ NSSC അംഗീകാരം നൽകിയിരുന്നു. അതിനാണ് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ ഞായറാഴ്ച രാവിലെ ഖത്തർ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കാമെന്ന് പ്രതീക്ഷയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 14 എണ്ണം അവരൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെയുള്ള 1-2 കാര്യങ്ങളിൽ ഡിസ്കഷൻ നടക്കണം. അതായത് ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും പ്രത്യേകിച്ച് മിസൈൽസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇറാൻ്റെ ഈ ന്യൂക്ലിയർ പവറിനെ പറ്റിയിട്ടുള്ള 1-2 കാര്യങ്ങൾ അത് ഖത്തറിൻ്റെ സൈഡിൽ നിന്ന് അവർ ഓൾറെഡി അവിടെ ഇറാനിൽ വന്ന് ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ ആകുമ്പോഴേക്കും അത് ക്ലിയർ ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഞായറാഴ്ച രാവിലെ ആയപ്പോൾ എന്താ നടന്നിട്ടുള്ളത്? ലെബനോനിലെ ദഹിയയിലേക്ക് ഇസ്രായേൽ കയറി അടിച്ചു. കാരണം ഇസ്രായേൽ പേടിച്ചു, ഇതൊക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് ഇസ്രായേലിന് പണി കിട്ടും എന്നുള്ളൊരു ചിന്ത വന്നപ്പം ഇസ്രായേൽ അങ്ങോട്ട് കയറി അങ്ങ് അടിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മൊത്തം തലതിരിഞ്ഞു. അതായത് നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ആകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയി എന്ന് ഇറാൻ തന്നെ അവരുടെ സൈഡിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ് മുന്നോട്ട് അവരൊന്ന് പറഞ്ഞു. കാരണം ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശമാണ് ഈ ദഹിയ. അവിടേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. ഇത് ഇറാൻ നിശ്ചയിച്ചിരുന്ന ഒരു റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ എന്നും പറഞ്ഞ അവർ പറഞ്ഞിരുന്നല്ലോ, ആ ലൈനുകൾ ഈ ലക്ഷ്മണ രേഖ വരെ ലംഘിക്കുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി ഇറാൻ്റെ ഉദ്യോഗസ്ഥർ ഉടനടി ഖത്തർ നേതൃത്വവുമായിട്ടുള്ള ചർച്ച അങ്ങോട്ട് നിർത്തിവെച്ചു. അതായത് 14 പോയിന്റ് കഴിഞ്ഞ് ബാക്കി 1-2 പോയിന്റിൽ വന്ന് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഖത്തറുമായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച സ്റ്റോപ്പ് ചെയ്തു. ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും ആ ചർച്ച ഇല്ലാന്നങ്ങ് പറഞ്ഞു. തുടർന്ന് ഇറാൻ സായുധ സേന മിസൈൽ ലോഞ്ചറുകളെല്ലാം സജ്ജമാക്കി. അതായത് ഇറാൻ്റെ കംപ്ലീറ്റ് മിസൈൽ ലോഞ്ചറുകളും ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മിഡിൽ ഈസ്റ്റിലോട്ടും ഇസ്രായേലിലോട്ടും ഒരുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇന്നലെ രാത്രിയോടെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഇറാൻ്റെ ഏറ്റവും അത്യാധുനിക മിസൈലുകൾ പതിപ്പിക്കുക എന്നുള്ള ഒരേ സമയത്ത് വൻ മിസൈൽ ആക്രമണമായിരുന്നു ഇറാൻ പൂർണ്ണമായിട്ടും സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇത് അറിഞ്ഞ ട്രംപ് അവസാന നിമിഷത്തിൽ വീണ്ടും കയറി ഇടപെടുക ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, ട്രംപ് പറഞ്ഞിരുന്നു ഈ ഒരു അവസാന നിമിഷത്തിൽ ഇസ്രായേൽ വീണ്ടും കയറി ലെബനോൻ അടിച്ച് ശരിയായില്ല, കാരണം ഇസ്രായേൽ എന്താ പറയുക ഞങ്ങൾ ഡിഫൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ട്രംപ് ഇന്നലെ വന്നൊരു പോസ്റ്റ് ഇട്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ പോസ്റ്റ് ഇടാറ്. അങ്ങനെ ട്രംപ് നേരിട്ട് ഒന്ന് പറഞ്ഞു, ഇതുവരെ നമ്മൾ അവസാനത്തോട്ട് ചർച്ച ചെയ്യാൻ വെച്ച 2-3 കാര്യങ്ങളുണ്ട് അല്ലേ, ട്രംപ് വിട്ടുകൊടുക്കാത്ത ഈ പറഞ്ഞ യുറേനിയം അതുപോലെ ഇറാൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന മിസൈൽ ലോഞ്ചറുകളൊക്കെ പറ്റി അതിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാം, എന്തായാലും ഇസ്രായേലിലോട്ട് അടിക്കരുത്, ഇസ്രായേൽ നമ്മുടെ ഫ്രണ്ടല്ല, അതുകൊണ്ട് ഇസ്രായേലിലോട്ടും മിഡിൽ ഈസ്റ്റിലോട്ടുള്ള അടി സ്റ്റോപ്പ് ചെയ്യണം, അത് നടക്കാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞ പോലെ അതിൽ നമുക്ക് ഡിസ്കഷൻ വീണ്ടും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞിട്ട് ട്രംപിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു അഭ്യർത്ഥന, ഒരു കാലുപിടുത്തം അവിടെ നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ 14, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ള ആ 14 ഇന പത്രിക നമുക്കൊന്ന് നോക്കാം. മെഹർ ന്യൂസാണ് ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. 1, ലെബനൻ ഉൾപ്പെടെ എല്ലാ മുന്നണികളിലുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കുക. അതായത് ലെബനൻ മാത്രമല്ല, ലെബൻ, ഗാസ, സിറിയയിലൊക്കെ ഇസ്രായേലും അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അത് വിട്ടുവീഴ്ച ചെയ്യൂല എന്നാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ വേറെ പറയാനുണ്ട്, ഇസ്രായേൽ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല, വേറെ കാര്യം. പക്ഷേ അതിൽ അമേരിക്കൻ പ്രസിഡന്റ് വഴങ്ങി എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക
ഇടപെടാതിരിക്കുക. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഒപ്പം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമാധികാരത്തെ മാനിക്കുക, അത് IRGCയുടെ പരമാധികാരത്തെ മാനിക്കുക, അതിലോട്ട് തലയിടാൻ പോകാണ്ടിരിക്കുക. മൂന്നാമത് 30 ദിവസത്തിനകം നാവിക ഉപരോധം പൂർണ്ണമായിട്ട് നീക്കുക. അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ ഇവർക്ക് മേലെ, പ്രത്യേകിച്ച് ഇറാന് മേലുള്ള ഈ നാവിക ഉപരോധങ്ങളുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തോളാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നാലാമത്തത്, ഇറാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കണമെന്ന് അമേരിക്കനോട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ചുറ്റുമുള്ള പല ബേസുകളിലും പല സ്ഥലത്തുള്ള പ്രത്യേകിച്ച് ഇറാഖിലൊക്കെയുള്ള കംപ്ലീറ്റ് സൈന്യത്തെ അങ്ങോട്ട് പിൻവലിച്ചോളണം എന്നാണ് നാലാമത്തത്. 5, ഇറാൻ്റെ മേൽനോട്ടത്തിലും ക്രമീകരണത്തിലും 30 ദിവസത്തിനുള്ളിൽ ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുക. അതായത് ഇറാൻ ക്രമീകരിക്കും, ഇറാൻ കാര്യങ്ങൾ ചെയ്യും, ആ രീതിയിൽ ഹോർമോസിലേക്ക് അമേരിക്കൻ്റെ ആൾക്കാരങ്ങ് മാറി നിൽക്കുക, അമേരിക്കൻ്റെ ഉപരോധം ഹോർമോസിന് സ്റ്റോപ്പ് ചെയ്യുക. 6 എണ്ണ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉപോൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കു മേലുള്ള ഉപരോധങ്ങൾ താൽക്കാലികമായിട്ട് നീക്കുക. ഒപ്പം ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശാനുമതി നൽകുക. അതായത് ഇറാൻ്റെ മേലുള്ള പെട്രോളും ഓയിലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അവിടെ ഉപരോധമുണ്ട്, അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തോളുക. അതുപോലെ ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, അതിലോട്ടുള്ള ഇറാൻ്റെ പല സ്ഥലങ്ങളിലായിട്ടും പല കൺട്രിയിലും അവർ ഹോൾഡ് ചെയ്ത് വെച്ചു, അതിനോടൊക്കെയുള്ള ഇറാൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇറാൻ അത് പ്രവേശനാനുമതി നൽകുക എന്നുള്ളതാണ് പിന്നത്തത്. 7, ഇറാൻ്റെ പുനർനിർമ്മാണത്തിനായിട്ട് US സഖ്യകക്ഷികളും കുറഞ്ഞത് $300 ബില്യൺ പദ്ധതികളും ധനസഹായവും നൽകേണ്ടി വരുന്നതിൻ്റെ അനിവാര്യത, അതായത് തരണം. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരിക. പിന്നെ 8, ആണവ പ്രശ്നങ്ങൾ, പ്രാഥമിക ദ്വിതീയ ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടുള്ള നീക്കൽ. അതായത് ആണവ പ്രശ്നങ്ങളുടെ മേലും അതുപോലെ തന്നെ പ്രാഥമിക ദ്വിതീയ അതായത് അവരുടെ മേൽ കൊടുത്തിട്ടുള്ള ഈ പ്രൈമറി ഉപരോധങ്ങൾ കുറേയുണ്ട്, ഈ ഉപരോധങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുക. ഇത് UN രക്ഷാസമിതിയുടെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ബോർഡ് ഓഫ് ഗവർണൻസിൻ്റെ എന്നിവരുടെ പ്രമേയങ്ങൾ റദ്ദാക്കുക. ഇറാൻ്റെ മേലുള്ള അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രമേയങ്ങൾ റദ്ദാക്കുക. ഇതിനടിസ്ഥാനമാക്കി ഒരു അന്തിമ കരാറിലെത്താൻ 60 ദിവസത്തെ ചർച്ച നടത്തുക. അതായത് ഇനി ഇതിൻ്റെ മേലുള്ള ചർച്ചകൾ 60 ദിവസത്തിനിടയ്ക്ക് ചർച്ച ചെയ്തിട്ട് ഇതിൽ തീരുമാനമാക്കുക. ഇപ്പോഴുള്ള ഉപരോധങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് റദ്ദാക്കണം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നത് NPT കരാർ പ്രകാരം ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട് ഇറാൻ ഇതിലോട്ട്. അതായത് ഇറാൻ പറഞ്ഞ പോലെ NPT പറഞ്ഞ പോലെ ഞങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇറാൻ പറഞ്ഞിട്ടില്ല. ഇറാൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇറാൻ ന്യൂക്ലിയർ പവർ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പും കൂടെ ഇറാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 10, ചർച്ച നടക്കുന്ന സമയത്ത് ഈ മേഖലയിൽ പുതിയ സൈന്യത്തെ വിന്യസിക്കില്ലെന്നും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ലെന്നും അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് 10ാമത്തെ കാര്യം. 11ാമത്തെ കാര്യം, 60 ദിവസത്തെ അന്തിമ ചർച്ചാ വേളയിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാൻ്റെ $24 ബില്യൺ ഫണ്ട് വിട്ടുകൊടുക്കുക. മറ്റു രാജ്യങ്ങളിലുള്ള ഫണ്ട് വിട്ടുകൊടുക്കണം. ഈ 2 മന്ത്സിനിടയ്ക്ക് വിട്ടുകൊടുക്കണം അത് കംപ്ലീറ്റ്ലി. അതിൻ്റെ പകുതി തുക ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലഭ്യമാകണം. ഈ 60 ദിവസത്തിനിടയ്ക്ക് ചർച്ച തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ പകുതി കൊടുക്കുക, ബാക്കി പകുതി ഇത് തീരുമ്പോഴേക്കും വിട്ടുകൊടുക്കുക. 12ാമത്തെ കാര്യം, അതായത് കരാർ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ ഒരു മേൽനോട്ട സംവിധാനം, ഒരു സൂപ്പർവൈസറി മെക്കാനിസം കൂടെ ഇത് വേണം. മറ്റു രാജ്യക്കാരായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഖത്തർ പോലത്തെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒമാനൊക്കെ ആയിരിക്കും. അതായത് സൗദിനെയും UAEനെയും അടുപ്പിക്കില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേൽനോട്ടത്തിന് ആൾക്കാർ വേണം. പിന്നെ 13ാമത്തത്, അന്തിമ കരാറിന് UN രക്ഷാസമിതിയുടെ പ്രമേയത്തിലൂടെ അംഗീകാരം നൽകിയിരിക്കണം. UN രക്ഷാസമിതി പ്രമേയത്തിൽ അന്തിമ കരാറിന് 2 മാസം കഴിയുമ്പോഴേക്കും അംഗീകാരം കിട്ടണം. 14ാമത്തത്, മരവിപ്പിച്ച് വെച്ച ഫണ്ട് പകുതി അനുവദിക്കൽ, എണ്ണ ഉപരോധങ്ങൾ നീക്കൽ, നാവിക ഉപരോധങ്ങൾ പിൻവലിക്കൽ എന്നിവ പൂർണ്ണമാകുന്നതിന് മുമ്പ് അന്തിമ ചർച്ചകൾ ആരംഭിക്കില്ല. ഇതാദ്യം നിങ്ങൾ ചെയ്തു വെച്ചിട്ടേ നമ്മൾ 2 മാസം കഴിയുമ്പോഴേക്കുള്ള അന്തിമ ചർച്ച ഉണ്ടല്ലോ, അവസാന സിഗ്നേച്ചർ, അതിൻ്റെ മുമ്പ് ഈ ഫണ്ട് കിട്ടുകൊടുക്കണം. എണ്ണയുടെ മേലുള്ള ഉപരോധങ്ങൾ, നാവിക ഉപരോധങ്ങൾ കംപ്ലീറ്റ്ലി പിൻവലിച്ചിരിക്കണം. ഇത് അന്തിമ കരാറിൻ്റെ ആണവ പിന്നെ ഈ അന്തിമ കരാറിനോട്ട് വരുമ്പം ആണവ സമ്പുഷ്ടീകരണ പ്രക്രിയ, ഉപരോധങ്ങൾ നീക്കൽ, ഇറാൻ്റെ സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതി എന്നിവയെ മാത്രമായിട്ട് പരിഗണിക്കുക. അതായത് അവസാനത്തോട്ടുള്ള കരാർ എന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ ആദ്യം തീർക്കുക. പിന്നെ അന്തിമ കരാറിൽ ആണവ സമ്പുഷ്ടീകരണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും ഉപരോധങ്ങൾ നീക്കലും, അതായത് സമ്പുഷ്ടീകരണത്തിൻ്റെ ഉപരോധങ്ങൾ നീക്കുക, ഈ യുറേനിയത്തിൻ്റെ ഉപരോധങ്ങൾ നീക്കൽ, ഇറാൻ്റെ സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതി എന്നിവ, അതായത് ഇറാൻ്റെ സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതിക്ക് ബാക്കി 300 ബില്യൺ ചോദിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളും കൂടെ തീരുമാനമാക്കിയിട്ട് മാത്രമായിരിക്കും അന്തിമ കരാർ പരിമിതപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ്, 14 പോയിൻ്റാണ് ഇപ്പം കൺഫേം 2 ഭാഗത്തുനിന്ന് ഓക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ഇസ്രായേലിന് അവിടെ നിൽക്കപ്പുറത്തില്ലാണ്ടായി.
അത് മാത്രമല്ല, ലെബനോണിന് സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അവിടെ സൈന്യത്തെ പിൻവലിച്ചു. അവിടെ നിന്ന് പലായനം ചെയ്തു പോയ ആൾക്കാർ തിരിച്ചു വരുന്നതിൻ്റെ വീഡിയോസും അവരുടെ സന്തോഷ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഉണ്ട്. ഞാനത് ടെലഗ്രാം ചാനലിലിടാം. ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ആ പ്രശ്നം, ഇന്നലെ ഇത് കംപ്ലീറ്റ് ആയി, US പ്രസിഡന്റ് ഓക്കെ പറഞ്ഞതിൻ്റെ ട്വീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാം ക്ലിയർ ആയി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആയി, സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ. അത് ജനീവ കൺവെൻഷനിൽ ഈ ഫ്രൈഡേ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കപ്പൽ അവിടെ പാസ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഇതാണ് കപ്പൽ. ഏതായിരുന്നു? ടാങ്ക് ഓക്കെ, മാൾട്ട ഫ്ലാഗ് കോൾഡ് ദിശ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിയൻ മാരിടൈം ട്രാഫിക് സെപ്പറേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കപ്പൽ അവിടെ നിന്ന് എണ്ണയായിട്ട് പോകുന്നതിൻ്റെ വീഡിയോസ് ഇതാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറാൻ്റെ സൈഡിൽ നിന്നും അമേരിക്കൻ്റെ സൈഡിൽ നിന്നും പ്രശ്നങ്ങളില്ലാണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നു വരുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത് ഇന്നലെ രാത്രി അതൊക്കെ കൺഫേം ആയിട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീണ്ടും ഇസ്രായേൽ ലെബനോൻ്റെ എവിടെയൊക്കെ അടിച്ചത്, കഫ്റ്റ് തിബ്നിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് വീണ്ടും കയറി ആക്രമിച്ചു. ഇസ്രായേൽ ആക്രമിച്ചു. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് ത്രെട്ടാണ്, ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു വലിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. ദ എഗ്രിമെൻറ്റ് വിത്ത് ഇറാൻ ഈസ് ബാഡ് ഫോർ ഇസ്രായേൽ ആൻഡ് ഫോർ ദ എൻറ്റയർ ഫ്രീ വേൾഡ് പീരീഡ് അതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതേ സ്ഥാനം തന്നെ ഈ ഇസ്രായേലിലെ ഒപ്പോസിഷൻ പാർട്ടിയിലെ ഡെമോക്രാറ്റ്സിൻ്റെ സൈഡിൽ നിന്ന് നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ഫെയിലിയർ ആണിതെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബെൻഗുയർ ഇല്ലേ, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, പുള്ളി വന്നിട്ട് അടുത്ത ഒരു ഇതിട്ടിട്ടുണ്ട്, കരാറിനോട് പൂർണ്ണ വിയോജിപ്പാണ് ഞങ്ങൾക്ക് എന്നും പറഞ്ഞിട്ട് ലെബനനിലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതും ഇസ്രായേലിൻ്റെ സൈന്യത്തെ എതിർത്തതിൽ നിന്ന് പിൻവലിക്കുന്നത് നിർബന്ധമാക്കുന്നതുമായിട്ടുള്ള ട്രംപിൻ്റെ പുതിയ കരാർ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള വഴിയാണിത്. അമേരിക്കയുമായിട്ടുള്ള ഭിന്നത അറിയിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ മന്ത്രിമാരുടെയും ഒക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ പോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചതായിട്ട് കേൾക്കുന്നില്ല. നല്ല രീതിയിൽ നെതന്യാഹുവും ട്രംപും തമ്മിൽ ഇന്നലെ ഉടക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരാണ് കൊട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവന്മാരാണ്. അതുകൊണ്ട് നമുക്ക് കാണാം എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ.